അപ്പൊ നമുക്കിന്ന് ഒറ്റയടിക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ പുട്ടുണ്ടാക്കിയാലോ? അതെ, നമ്മൾ വൺ പോട്ട് പുട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇന്ന് പുട്ട് തയ്യാറാക്കുന്നത്. ജോലിക്ക് പോകുന്നവർക്കും കാലത്ത് സമയമില്ലാത്തവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ലാത്ത ഈ പുട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ? ബൗളിലോട്ട് 1 കപ്പ് പുട്ടുപൊടി, ഇൻസ്റ്റന്റ് പുട്ടുപൊടിയാണ്, നല്ല തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് നല്ല ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 10-15 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പുട്ടുപൊടി നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ നല്ലതുപോലെ കഴിഞ്ഞിട്ട് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇവിടെ ചെറിയൊരു പോണി എടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇതുപോലൊരു ഉരുണ്ട പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ ഒരു താഴ്ഭാഗത്തും സൈഡിലൊക്കെ നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ, നമ്മൾ പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത തേങ്ങയില്ലേ, അത് കുറച്ച് ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി വീണ്ടും കുറച്ച് തേങ്ങ എടുത്ത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തത് അടിഭാഗത്ത് നല്ലതുപോലെ ഒന്ന് പരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്തൊരു ലെയർ പോലെ നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ തേങ്ങയും പിന്നത്തെ ലെയർ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ പുട്ടുപൊടി, ഞാനൊരു 2 ലെയർ പോലെയാണ് ചെയ്യുന്നത്. പുട്ടുപൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് സെറ്റാക്കിയിട്ട് എടുക്കാം. സാധാരണയായിട്ട് 1 കപ്പ് പുട്ടുപൊടിക്കാണ് പുട്ടുണ്ടാക്കാറ്. അതായത് ഞങ്ങൾ 3 മെമ്പേഴ്സിന് 4 ചിരട്ടപ്പുട്ട് ആ ഒരു കണക്കിലാണ് എടുക്കാറ്, അത്രേ കഴിക്കാറുള്ളൂ. ആ ഒരു സെയിം എമൗണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായി നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്ന ഈ ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ വെച്ച് കൊടുത്തു. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിട്ട് എടുക്കാം. ഇത് തുറന്ന് നോക്കാം. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം. ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ്. ഇനി നമുക്ക് പതുക്കെ ഈ ഒരു പാത്രം ഇട്ടെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ പുട്ട് പോലെ തന്നെ യൂസ് ചെയ്യാം. അതായത് ഓരോ കുറ്റി പുട്ട് അല്ലെങ്കിൽ ഓരോ കഷ്ണം പുട്ട് എടുക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് പൊടിച്ച് ആവശ്യത്തിനുള്ളത് നമ്മൾ ചോറൊക്കെ സെർവ് ചെയ്യില്ലേ, അതുപോലെ സെർവ് ചെയ്യാം.